ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ വന്നേക്കണത് വലിയ റൂഫിങ്ങിൻ്റെ ഇതിൻ്റെ ഒന്നും ഇതല്ല കേട്ടോ. ഇതൊരു ഓപ്പൺ ടെറസ് റൂഫ് ചെയ്തേക്കണം. അപ്പോൾ ഓപ്പൺ ടെറസ് ഇതിപ്പോൾ ഈ വീട് പണിതിട്ട് ഏകദേശം ഒരു 3-4 വർഷമായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും പെട്ടെന്ന് ഈ ഓപ്പൺ ടെറസുകൾ റൂഫ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പായലും ഇതെല്ലാം പിടിച്ച് ഈ ഓപ്പൺ ടെറസിൽ വെള്ളം നനഞ്ഞിടന്നിട്ട് അകത്തേക്ക് വാർക്ക് ലീക്ക് അങ്ങനെയുള്ള വിഷയങ്ങളുള്ളതിൻ്റെ പേരിൽ അവർ പെട്ടെന്ന് വന്ന് ഇപ്പം ചെയ്തേക്കണതാണ് ഈ ഓപ്പൺ ടെറസ്. അപ്പോൾ നമ്മൾ രണ്ടാം നിലയ്ക്കും ഓപ്പൺ ടെറസുകൾ വെക്കുന്ന സമയത്ത് പരമാവധി എത്രയും പെട്ടെന്ന് തന്നെ റൂഫ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ വാർക്ക നനഞ്ഞ് അതിൻ്റെ അടിയിലുള്ള കമ്പികൾക്കെല്ലാം തുരുമ്പ് പിടിച്ച് അതിന് നമുക്ക് ലൈഫ് ഒത്തിരി കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തേക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 14 അടി ഷീറ്റ് ആണ് നമ്മൾ റൂഫ് ചെയ്തേക്കണം. അത് 4x1 പട്ടിക കഴുക്കോലാണ് കൊടുത്തേക്കുന്നത്. 1:1 പട്ടിക സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ 1:1 പട്ടികയും പിന്നെ ലെഗ് 4x4 സ്ക്വയർ ട്യൂബാണ് കൊടുത്തേക്കണത്. പിന്നെ പാത്തി നമ്മൾ യൂറോ ഗാർഡിൻ്റെ പാത്തിയായിട്ട് കൊടുത്തേക്കണം. അത്യാവശ്യം നല്ല സ്ലോപ്പിലും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് കണ്ടോ, ഈ സൈഡിലെല്ലാം നമ്മൾ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം ഫ്രണ്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ടിലെ പോർഷൻ ഓപ്പണാണ്. ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന സ്ഥലത്ത് നമ്മളിവിടെ ഡിസൈൻ വർക്കുകൾ നമ്മൾ പൈപ്പിലൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ക്ലേ ജാളി വരാറില്ല കേട്ടോ. ഈ എൽ ഷേപ്പിന് ഇങ്ങനെ വരുമ്പോഴത്തേനും കാണുമ്പോൾ ഒരു ലുക്ക് വരുമല്ലോ. ഇതൊന്ന് കാണിച്ചടാ. ഇവിടെ ഈ എൽ ഷേപ്പിന് ഇങ്ങനെ ക്ലേ ജാളി വരാറില്ല കേട്ടോ അവിടെ. അപ്പോൾ അത് കാണുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു ലുക്കിന് കിട്ടാൻ വേണ്ടി പിന്നെ നമ്മൾ ഇവിടേക്ക് ഈ സൈഡ് ഫുള്ള് നമ്മൾ ഓപ്പൺ ടെറസ് ചെയ്ത് ഈ വീടിൻ്റെ ഓപ്പൺ ടെറസുകൾ വന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ റൂഫ് ചെയ്തിട്ടുണ്ട്. അതുണ്ടോ, ഈ സൈഡിലും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഇതുണ്ട്, നമ്മൾ എപ്പോക്സി പ്രൈമർ അടിച്ചതിന് ശേഷം ഇതുണ്ടോ പൈപ്പിൻ്റെ അകത്ത് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഏഷ്യൻ പെയിൻറ്റിൻ്റെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അന്നേരത്തിന് നമ്മൾ അത്രയും കൂടെ ലൈഫ് കൂടുതൽ കിട്ടും. എപ്പോഴും നമ്മൾ പ്രൈമർ അടിക്കണ കൂടാതെ അതിൻ്റെ പുറകിൽ ബ്ലാക്ക് പെയിൻറ്റും കൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കൂടെ നമുക്ക് റൂഫിങ്ങിൽ ലൈഫ് കിട്ടും. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. സ്ക്വയർകാലാണ് കൊടുത്തേക്കണം. ഇപ്പോൾ നമ്മൾ കാണാത്ത സ്ഥലമായതുകൊണ്ട് നമ്മൾ 2 ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പും കൊടുത്ത് ഇവിടെ ചെറിയ പോർഷൻ ഉള്ളതുകൊണ്ട് 3x1 ആയിട്ടാണ് നമ്മൾ കഴുക്കോലെല്ലാം കൊടുത്തേക്കണം. പിന്നെ നമ്മൾ ഇത് പണി തീർന്നിട്ടില്ല. ഇനി നമ്മൾ ചെയ്യാണ്ട് ഇനി ഇത് ഈ ഓടിൻ്റെ ഈ വശം നമുക്ക് മറ്റേ ലൈനർ ഷീറ്റ് വെച്ച് ഇവിടെ ഒരു ഷീറ്റും കൂടെ ഇടാണ്ട് ലൈനർ ഷീറ്റ് വെച്ച് ഇവിടെ ക്ലോസ് ചെയ്യാനുള്ളതാണ്. ഇങ്ങനെ ഫുൾ സൈഡ് 2 സൈഡും ഇങ്ങനെ ക്ലോസ് ചെയ്യണം. പിന്നെ ഈ ഓട് വരുന്നതിൻ്റെ ഈ സ്ഥലവും ഉണ്ട്. ഈ സ്ഥലം നമുക്ക് ലൈനർ ഷീറ്റ് വെച്ച് ഇത് ചെയ്തിട്ട് ഒരു ബോർഡറും കൊടുക്കാറുണ്ട് ഫ്രണ്ടിൽ. പിന്നെ നമ്മൾ ഇതും 3x1 തന്നെയായിട്ട് കൊടുത്തേ. ഇതും 14 അടി ഷീറ്റാണ് വരുന്നത്. ഇത് 3x1 ലെഗ്. ഇത് GIയുടെ 2 ഇഞ്ച് റൗണ്ട് പൈപ്പാണ് കൊടുത്തേക്കണം. അപ്പം ഇത് കണ്ടോ, സ്റ്റെയറിൻ്റെ മുകളിൽ നമുക്ക് ഇനി ഒരു സ്ലൈഡിങ് വരാനുള്ള കേട്ടോ. സ്റ്റെയറിൻ്റെ മുകളിൽ ഒരു സ്ലൈഡിങ് കൊടുത്ത് എല്ലാം ഭംഗിയാക്കി ചെയ്യാനുള്ളതാണ്. അപ്പം നമ്മൾ സ്ലൈഡിങ് കൊടുക്കുന്നതും അവിടെ ലൈനർ ഷീറ്റ് കൊടുക്കുന്നതെല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.